ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല അണ്ണാ, കൂട്ടുകാരൊന്നും ഇല്ലല്ലോ നമുക്ക്. അണ്ണാ കേക്കുന്നില്ല അണ്ണാ, അണ്ണൻ അറിയാലോ അണ്ണാ. അച്ഛനാണെ രാവിലെ ഇട്ടൊന്നും കഴിച്ചിട്ട് പോലും ഇല്ല. അണ്ണൻ എന്തേലും 10,000 വല്ലോ അല്ലടാ പോയി. പൈസ കൊടുത്തങ്ങ് ഒഴിവാക്കട്ടെ പിന്നെ ഒരു മിനിറ്റ്. ബർത്ത്ഡേ ആയിട്ടാണ് അച്ഛനൊരു ചെറുത് മേടിച്ചു കൊടുക്കാൻ പോലും പൈസ ഇല്ലാടാ മന്ദാര. ഓ ഹാപ്പി ബർത്ത്ഡേ അണ്ണാ. എങ്ങനെയാണോ ഞാൻ ഇത് സത്യം പറഞ്ഞ എനിക്ക് കരച്ചിലൊക്കെ വരുന്ന. അച്ഛനെയും കൂടെ വിളിച്ചിരുത്തി കരടാ. കണ്ണാപ്പിയായിട്ട് ഗെയിം വീണ്ടും പ്രശ്നമായോ? ഇത് പറഞ്ഞിരുന്ന 10,000 രൂപ കുണ്ടൻ അയച്ചു കൊടുക്കുമായിരുന്നു ഞാൻ. ആ പറടാ കണ്ണാപ്പി പറ. ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല അണ്ണാ, കൂട്ടുകാരൊന്നും ഇല്ലല്ലോ നമുക്ക്. ആശാ നിനക്ക് കിട്ടിയില്ലേ ഇപ്പൊ കുറച്ച് പൈസ അയച്ചോട്. ആടാ എനിക്ക് ഒരു രൂപ വെച്ച് കൊറേ അയച്ചോണ്ടിരിപ്പുണ്ട്. അണ്ണാ ഈ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടാത്തന്റെ ഒരു വിഷമേ അണ്ണാ. അതെങ്ങനെയാ പറഞ്ഞാ മനസ്സിലാവുന്ന അണ്ണന്? സംസാരിച്ചോണ്ടിരുന്ന മനുഷ്യനെ അണ്ണാ വലുതായിട്ടൊന്നും വേണ്ട അണ്ണാ. ഒരു 10,000 രൂപ ജീപേ ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം അണ്ണാ. കൂടെ ഇവനെയും കൂടെ. സോറി അണ്ണാ കേക്കുന്നില്ല അണ്ണാ, അണ്ണൻ അറിയാലോ അണ്ണാ. അച്ഛനാണെ രാവിലെ ഇട്ടൊന്നും കഴിച്ചിട്ട് പോലും ഇല്ല. കണ്ണാപ്പി അണ്ണാ ആരും ഗിഫ്റ്റ് പോലും തന്നില്ല അണ്ണൻ. കിക്കൂടെ ചെയ്യുന്ന പറഞ്ഞ വിഷമാവും അണ്ണാ. നാളെ എറണാകുളത്ത് ഒരാൾക്ക് ഗിഫ്റ്റ് മേടിച്ചരാ. ആണോ? നാളെ എറണാകുളത്ത് വന്നിരിക്കും. ലൈവ് ഇടണ്ടേ? നാളെ അല്ല നാളെ ബോബോയെ കാണാൻ പോണ ഞാനണ്ണ. മറ്റന്നാള് 2 ദിവസം കഴിഞ്ഞ് എറണാകുളത്ത്. അണ്ണ ഒന്ന് ആലോചിച്ചണ്ണ. അണ്ണന്റെ ബർത്ത്ഡേ ആയിട്ട് അണ്ണൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു 2 ദിവസം, പുറത്തെങ്ങും പോകുന്നില്ല. കാരണം എന്താ? പൈസ ഇല്ലല്ലോ അല്ലേടാ പോയി. പൈസ ട്രെയിൻ കയറിയാണേലും എന്റെ കയ്യില് പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ പഴകഞ്ഞു കുടിക്കും, പൈസ ഉള്ള സമയത്ത് മന്തി കഴിക്കും. അത്രേ ഉള്ളൂ, അതാണ് സന്തോഷം. ഇതിലേക്ക് ഒത്തിരി പൈസ ഒന്നും വേണ്ട നിനക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ. എന്തുവാ പൈസ ഇല്ലാത്തപ്പോ നീ ഒരു ജവാൻ മേടിച്ചടിക്കണം, പൈസ ഉള്ളപ്പോ മാജിക് മൂവ്മെന്റ് എടുക്കണം. അയ്യോ അണ്ണ, നമുക്ക് അണ്ണ അറിയാലോ ജവാനൊന്നും ഞാൻ അടിക്കൂലെന്ന്. അണ്ണ ഞാൻ ഏറ്റവും കുറഞ്ഞ അണ്ണന്റെ കൂടെ അടിച്ചിട്ടുള്ള MC അണ്ണ. അങ്ങനത്തെ ഒരു പേരിലടാ പോവ MC ആടാ. എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല MC എന്തോ. കൈക്ക് ശേഷിയില്ലാത്തവരെ അണ്ണാ കണ്ണാപ്പിക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് 1 രൂപയ്ക്ക് ജീപ്പ് ചെയ്യുന്നണ്ണ. ആക്സിഡന്റ് ആയി 2 കയ്യിലും പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ കിടക്കുമ്പോഴേ എന്റെ ചുണ്ടിലും ജവാൻ അണ്ണാ പെഗൊഴിച്ചിട്ട് ഒരു ഗ്ലാസ് വായിൽ വെച്ചതാണ്. എനിക്ക് ശേഷിയില്ല. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല, എന്ത് ചെയ്യണ? നമുക്ക് ചേട്ടന്മാരല്ലോ. പൈസ ആയോടാ? ഇല്ലളിയാ, ആയില്ലളിയാ. അങ്ങോട്ടേക്ക് ഇറങ്ങാൻ 55 രൂപയോളം ആവുന്ന ആളിയാ IRCTC കൊടുത്തേക്കുന്നേ. 4 നേരം ഫുഡ് കഴിക്കണേ തന്നെ 1000 രൂപ അല്ലേടാ? ഓ പൈസ ഇല്ലല്ലോ അളിയാ, ഞാൻ നാളെ പട്ടിണി കളിയാ. ഇനി നീ ആലോചിക്കട, 14,000 പേര് ഇത് കേട്ടിട്ട് പോലും നിനക്കൊരു സൂപ്പർ ചാറ്റ് പോലും അവിടെ വന്ന് തന്നില്ലെങ്കിൽ അവർക്ക് മടുത്തു നിന്നെ, മനസ്സിലായ? അതാ കൊഴപ്പില്ലണ്ണ, നമുക്ക് സൂപ്പർ ചാറ്റ് ഒന്നും പ്രതീക്ഷിച്ചല്ലണ്ണ. അണ്ണ എന്തേലും 10,000 വല്ലോ അല്ലടാ പോയി. ജീപ്പ് ചെയ്താ മതി. ഞാൻ ഒരു 55 എടുത്തിരിക്കോണ്ട. ഇതങ്ങ് ഒഴിവാക്കട്ടെ ഒരു മിനിറ്റ്. വരുന്നടാ അണ്ണാ. 10,000 കുറഞ്ഞ അണ്ണ ജീപ്പയിലോട്ട് കേറൂല അണ്ണ. അണ്ണ അറിയാലോ എന്റെ ജീപ്പേ. പൈസ കൊടുത്തങ്ങ് ഒഴിവാക്കട്ടെ പിന്നെ ഒരു മിനിറ്റ്. എത്ര വേണ്ട കണ്ണാപ്പി? 10,000 മതിയാണ്. അത്ര അതിൽ കുറഞ്ഞത് എങ്ങനെയാണോ ഞാൻ അണ്ണന്റെ അടുത്ത് പറയുന്നത്? 15 രൂപ. 15 രൂപ അതാണ് പൂജ്യത്തിന് വിലയില്ലല്ലോ. അതെ. അയ്യോ ആരൊക്കെ പൈസ അയച്ചാ? അബ്ദുള്ള ബ്രോ താങ്ക് യു സോ മച്ച് 500 rupees ജീപേ. സിദ്ധാർത്ഥ ബ്രോ താങ്ക് യു സോ മച്ച് 100 rupees ജീപേ.
ഇതായിരുന്നു എടാ, ഉദ്ദേശം. കണ്ണാപ്പി ഇതായിരുന്നു ആ, ഉദ്ദേശം. കണ്ണാപ്പി ഫ്രം TV for 10K rupees. എടാ 10,000 കുറഞ്ഞാണ് ഇത്. എങ്ങനെയാണ് അച്ഛൻ ആഹാരം കഴിക്കാതിരിക്കണ വിശപ്പിച്ച് പാവം. എന്തുപറ്റി? ബർത്ത്ഡേ ആയിട്ട് ഒരു ചെറുത് ബർത്ത്ഡേ ആയിട്ടാണ് അച്ഛനൊരു ചെറുത് മേടിച്ചു കൊടുക്കാൻ പോലും പൈസ ഇല്ലാണ്ടാ മന്താര. എടാ അണ്ണാ ഒന്നും വന്നില്ലല്ലോ അണ്ണാ, കൊറേ നേരം ആയല്ല. വെയിറ്റ് ചെയ്യടാ, ഞാൻ ചായക്കുന്നതേ ഉള്ളടാ. ഒരു മിനിറ്റ്. പറയണ മറ്റേ അണ്ണൻ ജീപ്പേ അല്ലല്ലോ അയക്കുന്നത്, അണ്ണൻ മറ്റേതല്ലടാ പോയി മറ്റേത് അതെ പുറത്തുനിന്നുള്ള അണ്ണാ ഒരുപാടൊന്നും അയക്കില്ല അണ്ണാ, ടാക്സ് ഒക്കെ ഉള്ളതാണ് അണ്ണാ നമുക്ക്. എന്താ മേടിച്ചു കൊടുത്തില്ലെന്നാണാ പറഞ്ഞേ? ഒന്നും മേടിച്ചു തന്നില്ലല്ലോടാ അണ്ണൻ. ജർമ്മൻ കണ്ണാപ്പി ഇതല്ലേ നിന്റെ ജിപേ നമ്പർ? അണ്ണാ അത് തന്നെ ജർമ്മൻ കണ്ണാപ്പി. എന്റെ ഫോട്ടോയും ഉണ്ട് അണ്ണാ അതില്, ചുവന്ന ഫോട്ടോ. അയച്ചിട്ടുണ്ട് നോക്ക്. 10 രൂപ ഹോളിയാ ഹോളിയാ പറ. 10,000 ഓ ഹാപ്പി ബർത്ത്ഡേ. നിനക്ക് ഇഷ്ടം അണ്ണാ ഗിഫ്റ്റ് തന്നില്ലെന്ന് വേണ്ട, നീ എന്തോന്ന് വെച്ചാ മേടിച്ചോ. അണ്ണാ 10,000 അണ്ണാ. അണ്ണാ ചുമ്മാ തമാശക്കാരൻ അണ്ണാ, തിരിച്ചെടുക്കല്ലേ ഇതൊന്നും. അതെങ്ങനെയാ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് ഒരു പ്രശ്നമില്ല. തിരിച്ച് അണ്ണാ ടൈപ്പ് ചെയ്യാ UPI പിൻ. കരച്ചിലൊക്കെ വരുന്നടാ. ഓ ഇന്ന് കരയടാ. ഉണക്ക് വലിയ മാതിരി കണ്ണി പൊത്ത്. സത്യം ഈ ഒരു അവസ്ഥയിലടാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷമാണ് എന്തൊരു അഭിനയം. അണ്ണാ. ഈ ഒരു അവസ്ഥയില് സത്യം അണ്ണാ അറിയാലോ അണ്ണാ, വീട്ടിലെ സാഹചര്യം കരി മേടിക്കാൻ പോലും ഓൾഡ് ബാങ്ക് എടുത്ത് കാണില്ല. എടാ അരി മേടി. എടാ നീ അല്ലടാ മെനഞ്ഞാന്ന് ഒരു ഫുൾ ഷവായി മറ്റേ ഇതൊക്കെ ഫലൂദ അത് ചലഞ്ചായിരുന്നേ അണ്ണാ. ഉമ്മ അണ്ണാ ഞാൻ ഇത് അണ്ണാ ഈ ഒരു അവസ്ഥയിലാണ് അണ്ണാ. എങ്ങനെയാണോ ഞാൻ ഇത് സത്യം പറഞ്ഞ എനിക്ക് കരച്ചിലൊക്കെ വരുന്നണ്ണാ. അച്ഛനെയും കൂടെ വിളിച്ചിരുത്തി കരടാ. അച്ഛനെ കൂടെ കരയിച്ച ഒരു 5,000 കൂടെ കിട്ടുവാണ്. എങ്ങനെയാണ് അച്ഛനെ കൂടെ ഇരുത്തി കരയിക്കാറില്ല. അണ്ണാ അച്ഛനെ കൂടെ ഇരുത്തി കരയിക്കാൻ റെഡിയാണ് അച്ഛൻ. അണ്ണാ ഒരു 5,000 കൂടെ കഴിക്കാൻ അച്ഛനെ കൂടെ ഇരുത്തി കരയിക്കാൻ റെഡിയാണ്. ഇതോടെ നിർത്തിക്കോ. ഇതോടെ അതാ അണ്ണാ ഞാൻ ഇതോടെ അണ്ണാ. പിന്നെ അണ്ണാ ഇതൊരു അനൗൺസ്മെന്റ് കൂടെ ഉണ്ട് അണ്ണാ. അണ്ണന്റെ ലൈവില് സ്പെഷ്യൽ ആയിട്ട് പറയാം. നാളെയും കൂടെ ഉള്ള അണ്ണാ എന്റെ വെള്ളവടി എറ നിർത്തുവാണ്. ചന്ദ്രനെ പോലെ ജിമ്മിലോട്ട് ജിമ്മിലെ ചന്ദ്രനെ പോലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുവാണ്. ഇനി അണ്ണാ ലൈവും കാര്യങ്ങളും പിന്നെ TV-ക്ക് വേണ്ടി അണ്ണാ അറിയില്ല, മുൻപന്തിയിൽ ഞാൻ കാണും എല്ലാത്തിനും. ഇനി ആ ഒരു അണ്ണൻ അറിയാലോ. അണ്ണൻ ഞാൻ പറയണ്ടല്ലോ അണ്ണന്. അണ്ണാ കേൾക്കുന്നുണ്ട്. അണ്ണാ അപ്പൊ ഇനിയും എല്ലാം നിർത്തുവാണ് അണ്ണാ. ലാസ്റ്റ് ഇനി ആരും ചുണ്ടിൽ എന്റെ കൊണ്ട് മദ്യം വെച്ചാൽ പോലും ഞാൻ കുടിക്കത്തില്ല. ഞാൻ നിർത്തി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമായിരുന്നു അണ്ണാ. അത് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. അപ്പൊ പിന്നെ നാളെ വേറെ പരിപാടി ഒന്നും ഇല്ല. നാളെ ഞാൻ മുങ്ങുവാണ് ഇന്ന് മുങ്ങുവാണ്. അപ്പൊ അണ്ണാ ഉമ്മ അണ്ണാ ഈ സത്യം പറഞ്ഞ ഈ ബർത്ത്ഡേ ഒരുപാട് നന്ദി അണ്ണാ. കൊറേ മെസ്സേജ് ഒക്കെ വന്ന് നിർത്തുമെന്ന് എനിക്ക് അറിയാൻ കണ്ണാപ്പി. അത് ഞാൻ പറയാം. 1 RP 2 സ്ട്രീമിംഗ്. ഇത് രണ്ടും നീ നിർത്തുവാണ് കുറച്ച് ദിവസത്തേക്ക്, അല്ലാതെ വേറെ ഒന്നും. ഈ പൈസ ഇത് രണ്ടും നീ നിർത്തും അണ്ണാ. അത് പണ്ടുണ്ടാണ് ഈ പ്രശ്നം, ഇപ്പൊ ഇല്ല അണ്ണാ. ഇപ്പൊ അണ്ണാ വീട്ടിൽ കൊടുക്കണ അല്ല, എന്ത് കിട്ടിയാലും അപ്പ അച്ഛന് പങ്ക്, അമ്മയ്ക്ക് അവർക്ക് വീട്ടിൽ കൊടുക്കും. വീട്ടിലെ കാര്യങ്ങൾ അടുത്ത മാസം നോക്കിയാൽ മതി സ്ട്രീമിങ്ങിലോട്ട്. മനസ്സിലായോ? അല്ല ഞാൻ നാളെ വരില്ല, മറ്റന്നാൾ വരും. എടാ വന്നില്ലല്ലോ. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫേസ് റിവീലിന് വന്നില്ല കേട്ടോ, കള്ളൻ. KV അത് കഴിഞ്ഞിട്ട് വേറെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ KV ആയിട്ട്? ലാസ്റ്റ് ഇവന്റെ പ്രശ്നമല്ലേ, കീരിയുടെ പ്രശ്നമല്ലേ നമ്മൾ ഇതാക്കിയത്? അല്ലല്ല, വേറെന്താ ഇഷ്യൂ ഉണ്ടായിരുന്നു? ഇന്നലെ കണ്ണാപ്പിയായിട്ട് കണ്ണാപ്പിയായിട്ട് KV വീണ്ടും പ്രശ്നമായോ? സോൾവ് ആയി.
സംസാരിക്കാൻ നോക്കിയെന്നോ ഇത് പറഞ്ഞിരുന്ന 10,000 രൂപ കുണ്ടൻ അയച്ചു കൊടുക്കുമായിരുന്നു ഞാൻ. അത് സോൾവ് ആയോ? സോളായി. അതെന്തായിരുന്നു പ്രശ്നം? അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായിട്ട് പിന്നെ അങ്ങനെ അല്ല ഉള്ളി. ആർപിയിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊട്ടയിട്ടാട്ടി കളിക്കാൻ അല്ല, അങ്ങനെ- പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞുതരാം. അതാണ് പ്രശ്നം. പമ്പി. എങ്ങനെയായെന്നാ? പമ്പി കമ്പിയാ? വെച്ച് ഹലോ എടാ ഇതെന്താ ഇങ്ങനെ? പമ്പി